ടേബിളിൽ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവച്ച പുസ്തകമാണ് നിങ്ങൾക്കും വിജയിക്കാം. ശിവ് ഖേര എഴുതിയ ഒരുപാട് കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകമാണ്, വലിയ ഹിറ്റായ പുസ്തകമാണ്. പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പരാജയത്തെക്കുറിച്ചാണ്, ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പരാജയത്തെക്കുറിച്ച്. ചെന്നൈ സൂപ്പർ കിങ്സ് നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസന്റെ സെഞ്ചുറിയോടുകൂടി വീണ്ടും വിജയക്കുതിപ്പിലേക്ക് അവർ എത്തുമെന്ന് തോന്നിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ ജിടിയുമായുള്ള മത്സരത്തിൽ വീണ്ടും അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് കാരണങ്ങളുണ്ട് ചെന്നൈയുടെ പരാജയത്തിന്. അതിലേറ്റവും പ്രധാനം, ആദ്യ 72 പന്തുകളിൽ 50 പന്തുകളും ഡോട്ട് എന്ന് പറയുമ്പോൾ ആ ടീം ജയിക്കുക വളരെ പ്രയാസകരമായ കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ചെന്നൈയുടെ തുടക്കം വളരെ മന്ദഗതിയിലായിരുന്നു. ആദ്യം തന്നെ അവർക്ക് പാളുന്നു, സഞ്ജു സാംസൺ പെട്ടെന്ന് പുറത്താകുന്നു, അതിനുശേഷം ഉർവിൽ പട്ടേലും പെട്ടെന്ന് പുറത്താകുന്നു, ഇമ്പാക്റ്റായി ഇറക്കിയ സർഫറാസ് ഖാനും ആദ്യ പന്തിൽ 0-ആയി മടങ്ങുന്നു. അതിനുശേഷം ഡെവാൾ ബ്രെവിസ്, അവരുടെ ബേബി എ ബി എന്നറിയപ്പെടുന്ന ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ടുള്ള ഡെവാൾ ബ്രെവിസും പെട്ടെന്ന് തന്നെ ഔട്ടാകുന്നു. അങ്ങനെ തുടക്കത്തിൽ തന്നെ 4 വിക്കറ്റുകൾ ചെന്നൈക്ക് നഷ്ടമാകുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനം, ഇമ്പാക്ട് സബായി എന്തിനാണ് സർഫറാസ് ഖാനെ ഇറക്കിയത് എന്നുള്ള ചോദ്യമാണ്. അതായത് ഓൾറെഡി അവർക്ക് മുകേഷിനെ ഇറക്കാമായിരുന്നു, ഒരു ബോളിംഗ് ഇമ്പാക്റ്റായി അദ്ദേഹത്തെ ഇറക്കാമായിരുന്നു. ഇനി സർഫറാസ് ഖാനെ ഇറക്കണമെന്നായിരുന്നു ആഗ്രഹമെങ്കിൽ തുടക്കം തന്നെ പ്ലേയിങ് 11-ൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണമായിരുന്നു. അപ്പോൾ സർഫറാസ് ഖാനെ ആദ്യ 2 ഓവറിൽ തന്നെ ഇമ്പാക്ട് സബായി ഇറക്കിയത് വഴി ഒരു ബോളിംഗ് ഓപ്ഷനാണ് ചെന്നൈക്ക് നഷ്ടപ്പെട്ടത്. തീർച്ചയായും അവരുടെ പരാജയത്തിൽ വലിയ കാരണങ്ങളിൽ ഒന്നായി അത് മാറുകയും ചെയ്തു. സർഫറാസ് ഖാൻ ഒട്ടും ഫോമിലായിരുന്നില്ല. അദ്ദേഹം നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്താവുകയും ചെയ്തു. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ പുറകിൽ ഒരു ഫോട്ടോ കാണാം, ചെന്നൈയുടെ നായകനായ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ചിത്രമാണ്. ഋതുരാജ് ഗെയ്ക്വാദ് ഇന്നത്തെ ഇന്നിങ്സ് അദ്ദേഹം എടുത്തു നോക്കുമ്പോൾ, മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഇന്നിങ്സിനെ 2 തരത്തിൽ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം. അതായത് തുടക്കത്തിലെ തകർച്ചയിൽ നിന്നും ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് 20 ഓവറുകളും ബാറ്റ് ചെയ്തുകൊണ്ട് ചെന്നൈക്ക് മാന്യമായ ഒരു സ്കോറിലേക്ക് എത്തിച്ച ഋതുരാജ് ഗെയ്ക്വാദ് എന്ന തരത്തിൽ അദ്ദേഹത്തെ ഒരു ഹീറോ ആയി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിനൊപ്പം തന്നെ ഒരു വില്ലനായും ഈ മത്സരത്തിൽ അദ്ദേഹത്തെ നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കും. ചെന്നൈ ഇന്നിങ്സിലേക്ക് വരുമ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് നമുക്കറിയാം, തുടക്കത്തിൽ വലിയ തകർച്ച അവർ നേരിട്ട സമയത്ത് അദ്ദേഹമാണ് ടീമിനെ മുന്നോട്ടേക്ക് നയിച്ചത്. ആ സമയത്ത് ഒരറ്റം കാത്തു എന്നതിനൊപ്പം തന്നെ ഒരുപാട് ഡോട്ടുകൾ ആ സമയത്ത് പിറന്നുകൊണ്ടേയിരുന്നു. തീർച്ചയായും ആദ്യത്തെ 35 പന്തുകൾ, അതിൽ 20 പന്തുകളും അദ്ദേഹം ഡോട്ട് ബോൾ ആയിരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയ കുറ്റം തന്നെയാണ്. ഏത് T20-യിൽ, ഒരു T20 മത്സരത്തിൽ അദ്ദേഹം നേരിട്ട 35 പന്തിൽ അദ്ദേഹം വെറും 20 റൺസ് മാത്രമേ ആദ്യം നേടിയിരുന്നുള്ളൂ എന്ന് നോക്കുമ്പോൾ, അതിൽ 20 ഡോട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് നോക്കുമ്പോൾ തീർച്ചയായും അത് ഏതൊരു ഘട്ടത്തിലും ഒരു T20 മത്സരത്തിൽ ആ ടീമിൻ്റെ വിജയത്തെ വലിയ രീതിയിൽ തന്നെ പിന്നോട്ട് വലിക്കുന്ന ഘടകമാണ്. ഒരറ്റത്ത് നമുക്കറിയാം, മറ്റ് ക്യാപ്റ്റന്മാർ, കഴിഞ്ഞ ദിവസം ശ്രേയസ് അയ്യരുടെ മികച്ചൊരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു, ഒരു ക്യാപ്റ്റൻസ് നോക്ക് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് രജത് പട്ടീദാറിൻ്റെ ഇന്നിങ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റ് ക്യാപ്റ്റന്മാരുടെ ഇന്നിങ്സുകളൊക്കെയും ഈ IPL-ൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ക്യാപ്റ്റന്മാരുടെ ഇന്നിങ്സുകൾ നോക്കുമ്പോൾ ഏറ്റവും ലോ ഫേസിലൂടെ കടന്നു പോകുന്ന 2 ക്യാപ്റ്റന്മാരാണ്. ഒന്ന് അജിങ്ക്യ രഹാനെയും അതുപോലെ തന്നെ ഋതുരാജ് ഗെയ്ക്വാദും. ഈ സീരീസിൽ 8 മത്സരങ്ങൾ ഇതിനകം കഴിഞ്ഞു. 8ാമത്തെ മത്സരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ 50 നേടുന്നത്. അതാവട്ടെ 60 പന്തിൽ 74 എന്ന സ്കോറാണ്. 60 പന്തിൽ സെഞ്ചുറികൾ അടിക്കുന്ന കാലഘട്ടമാണ്. 60 പന്തിൽ 120 റൺസെങ്കിലും അടിക്കുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസം KL രാഹുൽ ഏതാണ്ട് ഇത്രയും പന്തുകളിൽ നേരിട്ടപ്പോൾ അദ്ദേഹം 150ക്ക് മുകളിൽ റൺസ് നേടുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരറ്റത്ത് ടീമിൻ്റെ തകർച്ച നേരിട്ടപ്പോൾ അതിന് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ന്യായീകരിക്കാമെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം റൺസ്, ആദ്യത്തെ 10-12 ഓവറിൽ റൺസ് നേടാൻ അദ്ദേഹം ശ്രമിച്ചതേയില്ല. പന്തുകൾ പോലും അദ്ദേഹം ഡോട്ട് ബോൾ ആക്കാൻ വേണ്ടി മാത്രമാണ് കളിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സിംഗിളുകൾ പോലും പിറക്കാത്ത സമയമായിരുന്നു അത്. ശിവൻ ദൂബെക്കൊന്നും സിംഗിൾ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനൊപ്പം തന്നെ ടീമിനെ ആ സമയത്ത് 9 ഓവറിൽ വെറും 45 റൺസിന് അടുത്ത് മാത്രമേ ഒരു ഘട്ടത്തിൽ CSKയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. CSKയുടെ റൺസ് അത്രയും കുറയാൻ, അല്ലെങ്കിൽ ഒരു 180-190 റൺസെങ്കിലും എത്താൻ സാധിക്കുമായിരുന്ന ഒരു ഇന്നിങ്സാണ് ഈ ഒരു സ്കോറിൽ അവസാനിച്ചത്. അപ്പോൾ CSKയുടെ കുതിപ്പിന് ഈ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ആദ്യ ഓവറുകളിലെ മെല്ലെപ്പോക്ക് വലിയ രീതിയിൽ തന്നെ ആ ഒരു കുതിപ്പിനെ പിന്നോട്ടേക്ക് അടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കും. ഋതുരാജ് ഒരു ക്യാപ്റ്റൻസ് നോക്ക് തന്നെയാണ് കളിച്ചത്. തകർച്ച നേരിട്ടപ്പോൾ അദ്ദേഹം ഒരറ്റത്ത് പിടിച്ചു നിന്നുകൊണ്ട് ടീമിനെ ഈ സ്കോറിലേക്ക് എത്തിച്ചു. 20 ഓവറും ബാറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ കൂടിയും ടീമിൻ്റെ കുറച്ചുകൂടി അഗ്രസീവായി അദ്ദേഹത്തിന് കളിക്കാമായിരുന്നു. ഒരു 20 റൺസെങ്കിലും അദ്ദേഹത്തിന് എക്സ്ട്രാ നേടാമായിരുന്നു. ഒരു സമയത്ത് സിംഗിളുകൾ നേടാമായിരുന്നു. ഇത്രയധികം ഡോട്ട് ബോളുകൾ അദ്ദേഹം കളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ്. അതിനൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ സർഫറാസ് ഖാനെ ഇമ്പാക്റ്റ് ആക്കി ഇറക്കിയത് നമ്മൾ പറഞ്ഞു. പക്ഷേ ഒരറ്റത്ത് ടീം തകർച്ച നേരിട്ടപ്പോൾ അവർക്ക് ഒബേർട്ടിനെ നേരത്തെ ഇറക്കിക്കൊണ്ട് അങ്ങനെ സർഫറാസ് ഖാനെ ഇമ്പാക്റ്റ് ഇറക്കാതെ മുകേഷിനെ അടുത്ത ബോളിംഗ് ഓപ്ഷൻ എന്ന രീതിയിൽ അടുത്ത ഇന്നിങ്സിൽ ഇമ്പാക്ട് സബായിട്ട് ഇറക്കാമായിരുന്നു. പക്ഷേ അവർ ഒബേർട്ടിനെ അവിടെ പരീക്ഷിച്ചതേയില്ല. ഒബേർട്ടൻ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും മികച്ച രീതിയിൽ ബാറ്റ് കൊണ്ടും തിളങ്ങിയ താരമാണ്. പക്ഷേ അങ്ങനെ ഒരു പരീക്ഷണം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ
ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യം, സഞ്ജു കളിക്കുമ്പോൾ മാത്രമാണ് ചെന്നൈ വിജയവഴിയിലേക്ക് എത്തുന്നത് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഞ്ജു 2 സെഞ്ചുറി അടിച്ച 2 മത്സരങ്ങളും ചെന്നൈ ജയിച്ചിട്ടുണ്ട്. അതിനൊപ്പം സഞ്ജുവിൻ്റെ 48 റൺസ് പിറന്ന ആ മത്സരത്തിലും ചെന്നൈ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ സഞ്ജുവിൻ്റെ ഇന്നിങ്സുകൾ, സഞ്ജുവിൻ്റെ കുതിപ്പേകുന്ന ഇന്നിങ്സുകൾ ഒഴിച്ചു നിർത്തിയാൽ ചെന്നൈയുടെ വിജയങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ അവരുടെ ഓപ്പണിംഗ് സഖ്യത്തിൻ്റെ പരാജയം വലിയ രീതിയിൽ അവരെ ബാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ സീസണിൽ ഒരു 50 റൺസ് പാർട്ട്ണർഷിപ്പ് ഈ 8 മത്സരങ്ങൾ കളിച്ചിട്ട് പോലും ചെന്നൈ ഓപ്പണേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സമയത്ത് ഋതുരാജ് ഗെയ്ക്വാദ് നേരത്തെ പുറത്താകുന്നു, അല്ലെങ്കിൽ ഈ മത്സരത്തിൽ പോലെ സഞ്ജു നേരത്തെ പുറത്താകുന്നു. 50 റൺസ് പാർട്ട്ണർഷിപ്പ് നമുക്കറിയാം, മറ്റ് ടീമുകളൊക്കെയും വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ചേർന്നുള്ള പാർട്ട്ണർഷിപ്പുകൾ നമുക്കറിയാം. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പുകൾ നമുക്കറിയാം. മറ്റു ടീമുകളൊക്കെയും മികച്ച രീതിയിൽ പാർട്ട്ണർഷിപ്പുകൾ ഓപ്പണിംഗ് സഖ്യത്തിൽ ഉതിർക്കുമ്പോൾ ഇവിടെ ചെന്നൈ പരാജയപ്പെടുത്തുന്ന അവരുടെ ഓപ്പണിംഗ് സഖ്യത്തിൻ്റെ ഈ ഒരു പരാജയം കൊണ്ടുകൂടിയാണ്. അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഹേന്ദ്ര സിംഗ് ധോണി ടീമിൽ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ. തീർച്ചയായും ഈ IPL തുടങ്ങുന്ന സമയത്തെ മഹേന്ദ്ര സിംഗ് ധോണി ഈ സീസണിൽ കളിക്കുമോ, നമ്പർ 7 തല വരുമോ എന്ന രീതിയിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിക്കുകൾ കാരണം അദ്ദേഹം 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള മത്സരങ്ങളിൽ മാത്രമേ അദ്ദേഹം ഉണ്ടാവുകയുള്ളൂ എന്ന തരത്തിലുള്ള വിവരണങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞു, അതിനുശേഷം പിന്നെയും മത്സരങ്ങൾ 8 മത്സരങ്ങളെങ്കിലും ചെന്നൈ ഇതിനകം കളിച്ചു കഴിഞ്ഞു. ഇതുവരെയും മഹേന്ദ്ര സിംഗ് ധോണി ചെന്നൈയുടെ തല ഈ പ്ലേയിങ് ലെവലിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ധോണി ഇറങ്ങുമോ എന്നുള്ള അഭ്യൂഹങ്ങളും വളരെ വലിയ രീതിയിൽ തന്നെയുണ്ട്. ഇനി ധോണി വരികയാണെങ്കിലാവും ഒരുപക്ഷെ ചെന്നൈക്ക് വിജയവഴിയിലേക്ക് എത്തുക എന്നും ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ധോണി എപ്പോഴും ഒരു ബോളേഴ്സ് ക്യാപ്റ്റൻ ആയിരുന്നു. ബോളർമാർക്ക് ധോണി വിക്കറ്റിന് പുറകിലുള്ളപ്പോൾ കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ പന്തെറിയാൻ സാധിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ധോണി എന്ന് വരും എന്നുള്ളതാണ് ഇനി ചെന്നൈ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ധോണിക്ക് വരാനുള്ള എല്ലാ സമയവും ഇപ്പോൾ ഈ 8 മത്സരങ്ങൾക്ക് ശേഷവും ചെന്നൈ വേണ്ടത്ര നല്ല രീതിയിൽ വിജയവഴിയിലേക്ക് എത്തിയില്ല എന്നതിനാൽ തന്നെ ധോണിക്ക് വരാനുള്ള സമയമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഋതുരാജ് നല്ല ഇന്നിങ്സ് കാഴ്ചവെച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മെല്ലെപ്പോക്ക് ഒരു ഘട്ടത്തിൽ ചെന്നൈയെ പിന്നോട്ട് അടിച്ചിട്ടുണ്ട്. അതിനൊപ്പം ഇമ്പാക്ട് സബായി സർഫറാസ് ഖാനെ ഇറക്കിയ ആ ഒരു നടപടിയും ചെന്നൈയെ ഈ പരാജയത്തിൻ്റെ വലിയ കാരണമായി മാറിയിട്ടുണ്ട്.